പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വ്യൂസ് വാച്ച് അവേഴ്സ് ഒക്കെ കൂട്ടാനായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തില്ലാത്തവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതായത് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് വ്യൂസ് വാച്ച് അവേഴ്സ് ഒക്കെ കൂടുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇപ്പോൾ. അതായത് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കണ്ടന്റിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ യൂട്യൂബിന്റെ സജഷൻസ് ടിപ്സ് ഒക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒരു 10 വീഡിയോസ് ഞാൻ അങ്ങനത്തെ ചെയ്തു. പ്ലസ് ഇപ്പോൾ ഞാനിപ്പോൾ വർക്ക് ഫ്രം ഹോമിനെ കുറിച്ച് ഒരു 10 വീഡിയോ ചെയ്തു കരുതുക. അങ്ങനെ ചെയ്തിട്ടില്ല. അല്ലാതെ ഇപ്പോൾ കുക്കിങ്ങിനെ കുറിച്ചൊരു 10 വീഡിയോ ചെയ്തു. അപ്പൊ ഇങ്ങനെ 3 ടൈപ്പ് ഇപ്പോൾ വീഡിയോസ് ആയി ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഈ മൂന്നിനെ നമ്മൾ മൂന്നായിട്ട് നമ്മൾ തിരിച്ചിട്ട് 3 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വെക്കാം. അപ്പൊ ഒന്നാമത്തെ പ്ലേലിസ്റ്റിന് ഞാനിപ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ ഒരു പേര് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 10 വീഡിയോ ഞാൻ ആഡ് ചെയ്ത് വെച്ചു. രണ്ടാമത്തേതിന് ഞാനിപ്പം കുക്കിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുത്തിട്ട് അതിന് അതിന് ഞാനൊരു 10 വീഡിയോ ആഡ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ മൂന്നാമത്തേത് വർക്ക് ഫ്രം ഹോം എന്നൊരു പേര് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 10 വീഡിയോ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യുന്നവർക്ക് ഇപ്പോൾ എൻ്റെ ഒരു പ്ലേലിസ്റ്റ് അവർക്ക് സജഷൻ വരുന്നിട്ടുണ്ടാകാം. അപ്പൊ അവർ എൻ്റെ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി വീഡിയോസ് ഓട്ടോമാറ്റിക്കലി പ്ലേ ആകും. ഇപ്പൊ അവരെന്റെ ഒരു വീഡിയോ ആണ് എടുക്കുന്നതെങ്കിൽ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് ടൈം അവർക്ക് സജഷൻസിൽ എന്റെ വീഡിയോ പോകും. അതുപോലെ തന്നെ ഇപ്പം കുക്കിംഗ് ചാനൽ സെർച്ച് ചെയ്തവർക്കാണെങ്കിൽ ഇപ്പൊ അവർ ഒരു വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ കംപ്ലീറ്റ് കുക്കിംഗ് വീഡിയോസ് അവർക്ക് ഓട്ടോമാറ്റിക്കലി റൺ ആകും അവരുടെ ഫോണിൽ. അവർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ചിലർ അവിടെ ഓപ്പൺ ചെയ്ത് വെച്ച് പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ വാച്ച് അവേഴ്സ് ഒക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് പ്ലേലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ studio.youtube.com എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഗൂഗിൾ ക്രോമിൽ ഒരു പേജ് വരുമല്ലോ. അപ്പോൾ അതിൽ ലോഗിൻ ഉള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ നമുക്ക് ഓപ്പൺ ആവുകയാണ്. അതായത് ഡെസ്ക്ടോപ്പ് സൈറ്റിലാണ് ഇത് ഓപ്പൺ ആകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പ്ലേലിസ്റ്റ് ചെയ്യാനുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണുള്ളത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈലിന് തൊട്ടടുത്തായിട്ട് ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്രിയേറ്റ് ന്യൂ പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു പേജ് നമുക്ക് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ ഒരു പേജ് ഓപ്പൺ ആവുകയാണ്. അപ്പൊ ഈ പേജിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേജിന് ഒരു ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തതിന് ശേഷം അതിൽ പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യുക. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് അതിന്റെ ഓർഡർ എങ്ങനെ വേണോ അതും നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇത്ര നാളും ചെയ്ത വീഡിയോസ് ഒക്കെ അതിൽ വരും. അപ്പൊ അതിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആകും. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇത് ചെയ്യാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവരും നോക്കിയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. 2-3 പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ എത്രയുള്ള വീഡിയോ ചെയ്യുന്നുണ്ടോ അത്രയും പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരുപാട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ 3-4 പ്ലേലിസ്റ്റിൽ തന്നെ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ കുറച്ചൊക്കെ വാച്ച് അവേഴ്സ് കൂടാനും വ്യൂസ് ഒക്കെ കൂടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.